പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തി തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ മസാല ദോശ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മസാല ദോശ കഴിക്കാൻ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ തലേദിവസം തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ പച്ചരിയും ഉഴുന്നും കുറച്ച് ഉലുവയൊക്കെ കുതിർത്തതിന് ശേഷം പിന്നെ കുറച്ച് ചോറ് ചേർത്ത് അരച്ചെടുത്ത് പൊങ്ങാനായിട്ട് വെച്ചിട്ടുള്ള മാവായിരുന്നു. മാവൊക്കെ ഇതാ രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി വറ്റൽമുളക് ഞാൻ കുറച്ച് സമയം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്നങ്ങ് മൂത്ത് വന്ന് കഴിയുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുകൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ കാശ്മീരി ഉണക്കമുളക് ഇല്ലെങ്കിൽ സാധാരണ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കാശ്മീരി മുളകാണെങ്കിൽ എരിവ് കുറവായിരിക്കും, നല്ല കളർ ഉണ്ടാവും. സാധാ മുളകാകുമ്പോൾ നല്ല എരിവായിരിക്കും, അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 കൈപ്പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് വാളൻപുളി ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ആ ചാറോട് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും വലിയ ഉള്ളിയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ചമ്മന്തി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഇതാണ് മൈസൂർ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തവി മാവൊഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കണം, അപ്പോഴാണ് ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് പുരട്ടി കൊടുത്തിട്ടുള്ളത്. നെയ്യിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് പുരട്ടി കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂണോളം ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. ദോശയുടെ എല്ലാ ഭാഗത്തേക്കും കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ കുറച്ച് പൊട്ടറ്റോ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ പൊട്ടറ്റോ മസാല ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള മസാല വെച്ച് കൊടുക്കാവുന്നതാണ്. ശേഷം ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് മടക്കി കൊടുത്താൽ മതി. ആദ്യം 2 സൈഡൊന്ന് മടക്കി പിന്നെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ മസാല ദോശ റെഡിയായി. ഇനിയിപ്പോൾ ദോശ കൂടുതൽ മൊരിയണം എന്നുള്ളവർക്ക് ഒന്നുകൂടെ ഒക്കെ ഒന്ന് മൊരിച്ചെടുക്കാവുന്നതാണ്. നല്ല പേപ്പർ പോലെ നൈസായിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി മസാല ദോശയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ചട്നിയോ സാമ്പാറോ ചമ്മന്തിയോ ഒക്കെ കൂട്ടിയിട്ട് ഈ ദോശയും കഴിക്കാവുന്നതാണ്. നമ്മൾ ഒരെണ്ണത്തിലൊന്നും നിർത്തില്ല കേട്ടോ, അത്രയ്ക്ക് രുചിയുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.